ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ കുഞ്ഞിപ്പണി എണീറ്റു. കുഞ്ഞിപ്പണിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പണി കുറച്ച് നേരം TV വെച്ച് തരുമോ, കാർട്ടൂൺ മാഷേൻ്റെ ഒരു ഇതാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാർട്ടൂൺ. ആ ചാനൽ തന്നെ ഉള്ളൂ അവൾക്ക് ഇഷ്ടം, ഏത് സമയം അത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ അപ്പുകുട്ടൻ അതാ എണീറ്റിട്ട് ഞാൻ സോഫയെ കൊണ്ട് കിടത്തിയതാണേ. സോഫ കൊണ്ട് കിടത്തിയത് അതാ പിന്നെയും കിടന്നുറങ്ങി. പിന്നെ അവൻ്റെ കൈയെല്ലാം പിടിച്ചൊന്ന് കുലുക്കി ഒന്ന് ഉഷാറാക്കിയിട്ട് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ അവൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ചേട്ടായി ആണെങ്കിൽ പിന്നെ മേട്ടുപ്പാളയം സേലം 2 സ്ഥലത്ത് വർക്കുണ്ട്. അപ്പോൾ വർക്കിന് വേണ്ടി രാവിലെ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പോയി. അപ്പോൾ പിന്നെ മക്കളും ഞങ്ങളും തന്നെയായി. ഞങ്ങൾക്കെന്നും എല്ലാത്തിനും ഒരു കൂട്ടായി, താങ്ങായി, തണലായി ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഒരാളുണ്ടായിരുന്നു, ഞങ്ങളുടെ അമ്മച്ചി, ചേട്ടായിൻ്റെ അമ്മ. അപ്പോൾ അമ്മച്ചി ഇല്ലാണ്ട് ആയിട്ടെന്ന് 15 ദിവസം ആവുന്നേ ഉള്ളൂ കേട്ടോ. 15ാമത്തെ ദിവസമാണ്. ഇതാ ഞങ്ങൾ അമ്മച്ചിൻ്റെ ബെഡും കട്ടിലൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ കിടക്കും അമ്മച്ചി. വയ്യെങ്കിലും ഇവിടെ ഒരാളുണ്ടെന്നുള്ളത്, നമ്മളെ വീട്ടിലെ ഒരാളുണ്ടെന്നൊരു നമുക്കൊരാശ്വാസമല്ലേ. ഇപ്പോൾ ഇല്ലാണ്ട് ആയിട്ട് 15 ദിവസമായി. മോൾക്ക് ആണെങ്കിൽ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക അമ്മച്ചി എന്തിയെന്ന്. അപ്പം ഒരു വീടായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ അടുത്തൊരാളുണ്ടായിട്ട് പെട്ടെന്ന് നമ്മളടുത്ത് നിന്ന് വിട്ടു പോകുമ്പോൾ നമുക്കതൊന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം ആവും. അത് കഴിഞ്ഞിട്ട് ആ മക്കൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ദോശ ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ തേങ്ങാ ചമ്മന്തി ആണ് ഉണ്ടാക്കിയത്. ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മോൾക്ക് ചട്നി ഉണ്ടാക്കി കൊടുക്കാം. ചട്നി അപ്പൂനാണെങ്കിൽ സാമ്പാർ അങ്ങനത്തതൊന്നും പറ്റില്ല, അവന് ദോശയ്ക്ക് ചട്നി തന്നെ വേണം. പിന്നെ അപ്പോൾ അതാ ദോശയായി, ചട്നി ഉണ്ടാക്കി ഇനി മക്കൾക്ക് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബായ്.